രക്ഷകൻ വേഷങ്ങൾ മാത്രം ചെയ്യുന്നുവെന്ന കളിയാക്കലുകൾ, ഈ മുഖം കാണാൻ ആര് തിയേറ്ററിൽ കയറുമെന്ന പരിഹാസം, അഭിനയിക്കാൻ അറിയില്ലെന്ന വിമർശനങ്ങൾ, റീമേക്ക് സിനിമകൾ മാത്രം ചെയ്യുന്ന നായകനെന്ന കുറ്റപ്പെടുത്തലുകൾ, ഒടുവിൽ രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ അവിടെ സിനിമ അഭിനയം കാഴ്ചവെക്കുന്നുവെന്ന് വരെയായി അയാൾക്ക് നേരെയുള്ള കല്ലേറുകൾ. 1992 അച്ഛൻ എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത സിനിമയിലൂടെയാണ് അദ്ദേഹം ആദ്യമായി നായക കുപ്പായം അണിയുന്നത്. നാളെയെ തീർപ്പ് എന്ന ആ ചിത്രത്തെ കാത്തിരുന്നത് വൻ പരാജയമായിരുന്നു. കരിയറിന്റെ തുടക്കകാലത്ത് അച്ഛന്റെ പിൻബലത്തിൽ വന്ന നെപ്പോ കിഡ് എന്ന് ചാപ്പകുത്തി പലരും. പക്ഷേ അവിടെ തളരുകയോ തോറ്റ് പിന്മാറുകയോ ചെയ്യാതെ അയാൾ വീണ്ടും വീണ്ടും തൻ്റെ ചിത്രങ്ങളുമായി പ്രേക്ഷകർക്ക് മുൻപിലെത്തി. ഉള്ളിലെ തീ കെടാതിരിക്കാനുള്ള അയാളുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. റൊമാൻറ്റിക് ഹീറോ ആയി തുടങ്ങിയ കരിയറിൽ തമാശകളും മാസ് ഹീറോ പരിവേഷങ്ങളും അനായാസം ഇഴുകിച്ചേർന്നു. തമിഴകത്തെ ഇളയ ദളപതിയായി അയാൾ വാഴ്ത്തപ്പെട്ടു. ഇന്ത്യ കണ്ട ഏറ്റവും താരമൂല്യമുള്ള അഭിനേതാക്കളിൽ ഒരാളായി ഉയർന്നു. സിനിമാ പ്രേമികളുടെ ഒരേയൊരു ദളപതി ജോസഫ് വിജയ് ചന്ദ്രശേഖർ. ആയിരത്തി 1994 രസികൻ സിനിമയിലൂടെയാണ് വിജയ്ക്ക് ഇളയ ദളപതി പട്ടം ലഭിക്കുന്നത്. 2017 മെർസലിലൂടെ അത് ദളപതിയായി. ഇതിനിടയിൽ വിജയ്യുടെ കരിയറിൽ പലതരം സിനിമകൾ കടന്നു വന്നിട്ടുണ്ട്. കോമഡി, ആക്ഷൻ, റൊമാൻസ് തുടങ്ങി ഏത് യോണറുകളിലെ കഥാപാത്രങ്ങളും അയാളിൽ ഭദ്രമായിരുന്നു. സച്ചിൻ, തുള്ളാത്ത മനവും തുള്ളും, ഖുഷി, പ്രിയമാനവളെ തുടങ്ങി ആദ്യഘട്ടത്തിൽ സമ്മാനിച്ച ചിത്രങ്ങൾ അയാൾക്കൊരു റൊമാൻറ്റിക് ഹീറോ ഇമേജ് നൽകി. 20 വർഷങ്ങൾക്ക് ശേഷം റിലീസ് ചെയ്ത സച്ചിന് ലഭിച്ച വരവേൽപ്പ് വിജയ് എന്ന റൊമാൻറ്റിക് ഹീറോ പ്രേക്ഷകരുടെ മനസ്സിൽ എത്രത്തോളം പതിഞ്ഞു എന്നതിൻ്റെ തെളിവ് കൂടിയാണ്. വിജയെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, അതിനുശേഷവും കാണാത്ത സൂപ്പർ കോസ്റ്റ്യൂമുകൾ കൂടിയായിരുന്നു സച്ചിൻ്റെ പ്രത്യേകത. റൊമാൻറ്റിക് ഹീറോ ആയി സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടാൻ ഇടം നൽകാതെ വിജയ് ട്രാക്ക് മാറ്റി. ആക്ഷൻ ഹീറോ റോളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ബദ്രി, തിരുമലൈ, ഗില്ലി, തിരുപ്പാച്ചി, പോക്കിരി തുടങ്ങി ഒരു ആക്ഷൻ മാസ് ഹീറോ ആയി പരിണമിക്കാൻ അയാൾക്ക് വലിയ സമയം വേണ്ടി വന്നില്ല. ഇതിൽ ഗില്ലിക്കും പോക്കിരിക്കുമുള്ള ഫാൻ ഫോളോയിങ് ഒരുപക്ഷെ അവയുടെ ഒറിജിനൽ പതിപ്പുകളേക്കാൾ കൂടുതലാണെന്ന് പറയേണ്ടി വരും. ആക്ഷനേക്കാൾ കോമഡി ചെയ്യുന്നത് വലിയ പാടാണ്. അത് ചെയ്താലും ആളുകളെ ചിരിപ്പിക്കാൻ സാധിക്കണം. അതിനുള്ള വിജയുടെ ടൈമിംഗ് അസാധ്യമാണെന്ന് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് അദ്ദേഹത്തെക്കുറിച്ച് ഒരിക്കൽ പറഞ്ഞിരുന്നു. ഗില്ലിയിലും നൻപനിലും തുപ്പാക്കിയിലുമെല്ലാം വിജയ് കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്ത ഹ്യൂമർ അതിനുദാഹരണവുമാണ്. സിനിമകൾ ഹിറ്റടിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സ്റ്റാർഡവും വളർന്നു. തമിഴ്നാട്ടിൽ ബോക്സ് ഓഫീസിൽ രജനീകാന്തിന് ഒരു എതിരാളി ഉണ്ടാവില്ലെന്ന വിലയിരുത്തലുകൾക്കിടെയാണ് വിജയ് എന്ന സ്റ്റാർ മെറ്റീരിയൽ കണ്ടിന്യൂസ് 100 ക്രോർസുമായി കടന്നു വരുന്നത്. തുപ്പാക്കിയിലൂടെ ആദ്യം 100 കോടി, എന്നാൽ പിന്നീടെത്തിയ തലൈവിയും ജില്ലയും ആ മാർജിനിൽ തൊടാതെ കടന്നുപോയി. അതിനുശേഷം എത്തിയ പുലി 100 കോടി അടിച്ചെങ്കിലും സിനിമ അട്ടർ ഫ്ലോപ്പായാണ് തിയേറ്റർ വിട്ടത്. പിന്നീടെത്തിയ ഒരു സിനിമയും 100 കോടി തൊടാതെ തിയേറ്റർ വിട്ടിട്ടില്ല. മെർസലിലൂടെ ആദ്യ 200 കോടിയും ബിഗിലൂടെ 300 കോടിയും വിജയ് തൊട്ടു. 2023 ഏറെ ഹൈപ്പിനും കാത്തിരിപ്പിനും ഒടുവിലെത്തിയ ലിയോ സകല ബോക്സ് ഓഫീസ് റെക്കോർഡുകളെയും തകർത്ത് തരിപ്പണമാക്കി. വേൾഡ് വൈഡായി 600 കോടിക്ക് മുകളിലാണ് വിജയ് ലോകേഷ് ചിത്രം നേടിയത്. ആദ്യ ദിനം 148 കോടിക്ക് മുകളിൽ നേടിയ ലിയോ തമിഴ്നാട്ടിലെ ഇൻഡസ്ട്രി ഹിറ്റായാണ് തേരോട്ടം അവസാനിപ്പിച്ചത്. എമ്പുരാനെത്തും വരെ കേരള ബോക്സ് ഓഫീസിൽ ലിയോ സൂക്ഷിച്ച ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് അൺറീച്ചബിൾ ആയിരുന്നു. 2005 രജനീകാന്തിന്റെ ചന്ദ്രമുഖിയോട് ക്ലാഷിൽ തോറ്റ വിജയ് അദ്ദേഹത്തോട് തോളോട് തോൾ ചേർന്ന് തമിഴ് സിനിമയെ നയിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു കാലമായി നാം കണ്ടുവന്നത്. സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വിജയ് കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആരാധകരെ മാത്രമല്ല തമിഴ് ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ ആ പോക്ക് ബാധിക്കുമെന്ന് തീർച്ച. വിജയിയെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ. വിജയ്ക്കെതിരായ കുത്തുവാക്കുകൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് നേരെയും നീണ്ടിരുന്നു. അതിനെ എതിർത്തും ആരാധകരെ നെഞ്ചോട് ചേർത്ത് നിർത്തിയും അയാൾ ഇങ്ങനെ പറഞ്ഞു: എന്നോട് ഫോട്ടോ വെക്കില്ലെങ്കിൽ ബാനർ എവിടെയെങ്കിൽ അതേപ്പറ്റിയൊന്നും എനിക്ക് കവലയില്ലേ, ആന എൻ രസികൻ മേലെ മറ്റും കൈവെക്കാതിങ്കെ. തൻ്റെ ആരാധകരെ എന്നും അയാൾ സ്നേഹിച്ചിരുന്നു. അതിനുള്ള മറ്റൊരു ഉദാഹരണമായിരുന്നു എൻ നെഞ്ചിൽ കുടിയിരിക്കുമെന്ന് തുടങ്ങുന്ന ആ നെടുനീളൻ സ്പീച്ചുകൾ. ആ വാക്കുകൾക്കായി, അയാളുടെ സിനിമകൾക്കായി അവരും ഒരുപാട് കാത്തിരുന്നു. ഇന്ന് അദ്ദേഹത്തിനുള്ള ഫാൻ ബേസ് അളക്കാനാവാത്തതാണ്. എന്തുകൊണ്ട് ഒരു വിജയ് ഫാനായെന്ന് ചോദിച്ചാൽ പലർക്കും പല മറുപടിയായിരിക്കും. എന്നാൽ എല്ലാവരും ഒരുപോലെ പറയുക അദ്ദേഹത്തിൻ്റെ സിനിമ തരുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. സ്ക്രീനുകളിലൂടെ അഡ്രിനാലിൻ റഷ് പമ്പ് ചെയ്യിക്കുക വിജയ് സിനിമകളുടെ ട്രേഡ് മാർക്കാണ്. പോക്കിരിയിലും മെർസലിലും മാസ്റ്ററിലും തെരിയിലും ലിയോയിലുമെല്ലാം അത് എത്രയോ തവണ കണ്ടതുമാണ്. വിജയ് ഫാൻസിന് വേണ്ടിയുള്ള ടൈലർ മെയ്ഡ് ചിത്രങ്ങളാണ് ഇവയെന്ന് പറഞ്ഞാലും തെറ്റില്ല. പുതിയ ലക്ഷ്യങ്ങൾ തേടിയുള്ള പോക്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമകളെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെക്കാൾ നഷ്ടം മറ്റാർക്കും ഉണ്ടാകില്ല. 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വിജയിയുടെ പുതിയ ലക്ഷ്യം. MGRനെ പോലെ സിനിമയിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ഒരു ഡയറക്റ്റ് മാസ് എൻട്രി. അത് എത്രത്തോളം വിജയം കാണുമെന്ന് കാത്തിരുന്ന് കാണണം. സിനിമയ്ക്ക് തമിഴ് രാഷ്ട്രീയത്തിലുള്ള പങ്ക് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല.
MGR മുതൽ വിജയ് വരെ നീളുന്ന ഈ ലിസ്റ്റിൽ വിജയിച്ചവരെക്കാൾ പരാജയപ്പെട്ടവരാകും കൂടുതൽ. സിനിമയിലെ ആരാധക പിന്തുണ രാഷ്ട്രീയത്തിൽ മുതൽക്കൂട്ടാവില്ലെന്ന ഉത്തമ ഉദാഹരണമാണ് ഉലകനായകൻ കമൽഹാസനും സൂപ്പർ സ്റ്റാർ രജനീകാന്തും. മക്കൾ നീതി മയ്യം പാർട്ടിയുടെ നേതാവായ കമൽഹാസന് ഒടുവിൽ DMK ടിക്കറ്റിലാണ് രാജ്യസഭാ സീറ്റ് ലഭിച്ചത്. വിജയ് തന്റെ സീനിയർ താരങ്ങളുടെ വിധിയെ തച്ചുടയ്ക്കുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വില്ലുപുരത്ത് നടന്ന TVK പൊതുസമ്മേളനത്തിലെത്തിയ ജനസാഗരം വിജയിയെ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം സഹായിച്ചേക്കുമെന്നും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. 2026 ജനുവരി 9 അവസാന വിജയ് ചിത്രം ജനനായകൻ തിയേറ്ററുകളിലെത്തും. ആളും ആരവവുമായി അന്നത്തെ ദിവസം അദ്ദേഹത്തെ വരവേൽക്കുക ആയിരങ്ങളാകുമെന്നത് തീർച്ച. വിജയ് ആരാധകരെ സംബന്ധിച്ച് വൺ ലാസ്റ്റ് ഡാൻസ്. ഇനിയൊരു വിജയ് സിനിമയുടെ ഫസ്റ്റ് ഡേ ഷോ ചിലപ്പോൾ ഉണ്ടായേക്കില്ല. ആ ബിഗ് സ്ക്രീനിൽ അയാളുടെ സ്വാഗും എനർജിയും ആട്ടവും പാട്ടുമൊന്നും കാണാൻ സാധിച്ചേക്കില്ല. കാത്തിരിക്കുന്ന ലിയോ 2 ഒരുപക്ഷെ സംഭവിച്ചേക്കില്ല. എങ്കിലും അവരുടെ അണ്ണൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ആ ആരാധക കൂട്ടത്തിന്റെ മനസ്സിലുണ്ടാകും. പുതിയ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിനോടൊപ്പം പുതിയ കുട്ടി സ്റ്റോറികളുമായി വിജയ് എന്ന നടൻ സിനിമയിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കാം.